ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ വസുന്ധര IPS നന്ദൻ്റെ മിസ്സിംഗ് കേസ് അന്വേഷിക്കാനായിട്ട് വന്നത് ദേവികയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാകുന്നു. മീര കൊലക്കേസിൽ മാഡം അത്ഭുതം കാണിച്ചതുപോലെ നന്ദുവിനെയും മാഡം രക്ഷിച്ച് കണ്ടെത്തും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുകയാണ് ദേവിക. പിന്നീട് ഋഷിയെ വിട്ടയക്കാമെന്നും അതിന് നിന്റെ അമ്മയുടെയും ഇടയിൽ മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കാൻ ഒരാളെ ഞാൻ പരിചയപ്പെടുത്താമെന്നും പറഞ്ഞുകൊണ്ട് പ്രകാശ് ഋഷിയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ത്യാഗരാജനെയാണ്. ഏതായാലും ഇതെല്ലാം ത്യാഗരാജനും പ്രകാശും തമ്മിലുള്ള ഒത്തുകളിയാണ്. ഋഷിയെ കാണുന്നതും ഒന്നും അറിയാത്തതുപോലെ ഞെട്ടാണ് ത്യാഗരാജൻ. പ്രകാശ് അവിടെ നിന്നും മാറിയ സമയത്ത് എന്നെപ്പോലെ തന്നെ നന്ദനെയും ഇവിടെ ഏതോ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നുണ്ട് ത്യാഗരാജൻ ചെയ്യുന്നത്. തുടർന്ന് പണം വാങ്ങിച്ച് ഇയാൾ ചതിക്കുമെന്നാണ് തോന്നുന്നത്. ഇയാൾക്ക് മുകളിൽ ബോസ് ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്നെല്ലാം പറയുന്നു. ഏതായാലും ത്യാഗരാജനാവട്ടെ ഋഷിയുടെ അടുത്ത് സഹതാപമൊക്കെ പ്രകടിപ്പിക്കുന്നു. പിന്നീട് CPയിൽ നിന്നും ഋഷി ദേവികയുടെ കസ്റ്റഡിയിലാണെന്ന് അറിയുന്ന ഋഷിയുടെ ഫ്രണ്ട്സ് ദേവികയും സിദ്ധാർത്ഥും വരുന്ന വഴിയിൽ അവരെ തടഞ്ഞു നിർത്തുകയും ഋഷിയെ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ചതിൻ്റെ പേരിൽ അവരെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു. സിദ്ധാർത്ഥാണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. യാതൊരു കൂസലും ഇല്ലാതെ അവർക്ക് നേരെ ആഞ്ഞടിക്കുന്നു. ഏതായാലും നാട്ടുകാർ ഇടപെടും എന്നൊരു ഘട്ടം വരുമ്പോൾ ഋഷിയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവിടെ നിന്നും പോകുന്നു. പിന്നീട് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണല്ലോ ചേച്ചി. ഋഷി ചേച്ചിയുടെ കസ്റ്റഡിയിലാണെന്ന് കരുതി ഇനി അവർ ചേച്ചിയെ അപായപ്പെടുത്താൻ ശ്രമിക്കും എന്നെല്ലാം ശാരിക പറയുമ്പോൾ ഒന്നും സംഭവിക്കില്ല എന്നും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നെല്ലാം ദേവിക പറയുന്നുണ്ട്. അങ്ങനെ വസുന്ധര IPS ആണെങ്കിൽ കേസിൻ്റെ ഇതുവരെയുള്ള നാൾവഴിയെക്കുറിച്ചെല്ലാം വിശദമായിട്ട് തന്നെ പഠിക്കുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കെവിനെയും വിളപ്പിക്കുന്നുണ്ട്. വസുന്ധര IPSനെ കാണുമ്പോൾ തന്നെ മുട്ടിടിക്കുകയാണ് കെവിൻ്റെ. തുടർന്ന് നന്ദനെ എങ്ങനെയാണ് പരിചയം എന്ന് ചോദിക്കുമ്പോൾ നന്ദനും ഞാനും ദേവികയും ഇസബെല്ലയും എല്ലാം ഒരേ കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരാണെന്ന് കെത്തിൻ പറയുന്നുണ്ട്. ഋഷിയെ എങ്ങനെ അറിയാം എന്ന ചോദ്യത്തിന് അരുന്ധതി മേഡത്തിൻ്റെ മകനെയാണ് അങ്ങനെ പരിചയമാണെന്ന് കെവിൻ പറയുന്നു. അപ്പോൾ ഋഷിയെ കാണാനില്ല എന്ന് കാണിച്ച് അരുന്ധതി പോലീസിൽ പരാതി കൊടുത്തിരുന്നു. പിന്നെ അതിൻ്റെ ഫോളോ അപ്സ് ഒന്നും അരുന്ധതി നടത്തിയില്ല. ഋഷി എവിടെയാണെന്ന് കെവിനെ അറിയാമോ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയുന്ന കെവിനോട് അപ്പോൾ ഋഷി നന്ദൻ്റെ കൈകൊണ്ട് കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നന്ദനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കളിച്ച നാടകത്തെക്കുറിച്ച് ആരും അറിയില്ലെന്ന് കരുതിയോ? അവിടെ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. മാത്രമല്ല ഋഷിയെ നന്ദൻ കൊന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദൻ്റെ ഭാര്യയായ MLA ദേവിയെ കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾ നേടിയെടുത്തു. അതല്ലേ സത്യം എന്ന് വസുന്ധര IPS തുറന്നടിച്ച് ചോദിക്കുമ്പോൾ എല്ലാം പേടിച്ചു വരച്ചുകൊണ്ട് എല്ലാം സമ്മതിക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ കെവിന്. പക്ഷേ ഇപ്പോൾ ഋഷിയും നന്ദനും എവിടെയുണ്ടെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല എന്നും കെവിൻ പറയുന്നു. തുടർന്ന് കെവിനോട് തൽക്കാലം പോയിക്കോളാമെന്നും പക്ഷേ എപ്പോൾ വിളിച്ചാലും സ്റ്റേഷനിൽ ഹാജരാകണമെന്നും മാത്രമല്ല കേസ് അവസാനിക്കുന്ന സമയത്ത് ചീറ്റിംഗ് കേസിന് അകത്ത് പോകേണ്ടി വരും എന്ന് വസുന്ധര IPS പറയുന്നുണ്ട്. ഏതായാലും ഇതിനിടയിൽ ഋഷിയെ വിട്ടുകിട്ടാനായിട്ട് പണം ആവശ്യപ്പെട്ട് ഒരു അനോണിമസ് കോൾ അരുന്ധതിക്ക് കിട്ടുന്നുണ്ട്. അതോടുകൂടി ദേവിക പറഞ്ഞതെല്ലാം കള്ളമാണെന്നും ഇനി അഥവാ ഋഷിയെ ദേവികയുടെ ആളുകളാണ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് എങ്കിൽ പണമാണ് ദേവികയുടെ ലക്ഷ്യം എന്നെല്ലാം അരുന്ധതി തെറ്റിദ്ധരിക്കുന്നു. അതിനുശേഷം വസുന്ധര IPS അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ദേവികയെ വിളിപ്പിക്കുന്നു. ഇതുവരെ നടന്ന ഓരോ സംഭവങ്ങളും ദേവിക വസുന്ധരയുടെ മുന്നിൽ തുറന്നു പറയുന്നുണ്ട്. ഋഷിയെ നന്ദു കൊന്നു എന്നാണ് കരുതിയിരുന്നത് എന്നും അങ്ങനെ നന്ദുവിനെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കാൻ ഇരുന്നതാണ് എന്നും അതിനിടയിലാണ് നന്ദന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കും എന്ന് ഭയന്ന് ഞങ്ങൾ എസ്തപ്പ ചേട്ടൻ്റെ വീട്ടിൽ നന്ദനെ ഒളിപ്പിച്ചതെന്നും അവിടെ നിന്നും ആരാണ് നന്ദുവിനെ കടത്തിക്കൊണ്ടു പോയതെന്ന് അറിയില്ലെന്നും ദേവിക പറയുന്നു. തുടർന്ന് നന്ദു എവിടെയുണ്ടെങ്കിലും മാഡം കണ്ടുപിടിച്ച് മടക്കിക്കൊണ്ടുവരണം. മീര കൊലക്കേസ് തെളിയിച്ചതുപോലെ മാഡത്തിനെ കൊണ്ട് ഇതിന് കഴിയുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നെല്ലാം ദേവിക പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് പെട്ടെന്ന് തന്നെ ദേവിക പറയുന്നത് പ്രകാശ് മേനോൻ പരോളിൽ നിന്നും ജയിലിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. പ്രകാശ് ഗിരീഷേട്ടൻ്റെ വീട്ടിലും ചന്ദ്രോത്തും ഒക്കെ വന്നിരുന്നു. പക്ഷേ മീരയുടെ കൊലക്കേസിൽ പ്രകാശ് നിരപരാധിയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ജയിൽ ജീവിതം പ്രകാശിനെ മാറ്റിയെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ അതൊന്നും 100% വിശ്വസിക്കാൻ കഴിയില്ല മാഡം എന്നൊക്കെ ദേവിക പറയുന്നുണ്ട്. തുടർന്ന് ചന്ദ്രോത്തുകാരോടും നന്ദനോടും മറ്റാർക്കെങ്കിലും ശത്രുത ഉണ്ടോ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ എൻ്റെ അറിവിൽ അങ്ങനെ ആർക്കും ഇല്ല മാഡം. പിന്നെ അരുന്ധതി മേഡത്തിൻ്റെ മകൻ ഋഷിക്കാണ് നന്ദുവിനോട് ഏറ്റവും അധികം പകയുള്ളത്. അതുകൊണ്ടാണല്ലോ അവരൊരു നാടകം കളിച്ചുകൊണ്ട് നന്ദുവിനെയും ഞങ്ങളുടെയൊക്കെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് നന്ദുവിനെ കൊടുക്കാനായിട്ട് നോക്കിയത് എന്നെല്ലാം ദേവിക പറയുന്നു.
നന്ദു അരുന്ധതി മേഡത്തിൻ്റെ കസ്റ്റഡിയിലുണ്ടോ എന്ന കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമുണ്ട് മാഡം. അതുകൊണ്ടാണ് ഋഷി എൻ്റെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് തന്നെ നന്ദനെ കണ്ടെത്താനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തി. പക്ഷെ നന്ദു അവരുടെ കസ്റ്റഡിയിൽ ഇല്ല എന്ന് തന്നെയാണ് അരുന്ധതി മാഡം ഉറപ്പ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി ദേവിക വസുന്ധരയെ അറിയിക്കുന്നുണ്ട്. അതിനുശേഷം ത്യാഗരാജൻ്റെ ആളുകൾ ഋഷിയെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് അരുന്ധതിയിൽ നിന്നും പണം ആവശ്യപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ഇങ്ങനെ ഒരു കോള് വന്നുള്ള കാര്യം മറ്റുള്ളവരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഋഷിയെ കൊലപ്പെടുത്തുമെന്നും അവർ ഭീഷണി മുഴക്കുന്നു. എന്തായാലും ദേവിക പറഞ്ഞതോടുകൂടി തന്നെ പ്രകാശിനെ കുറിച്ച് ചെറിയൊരു സംശയം വസുന്ധരയുടെ മനസ്സിൽ വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരോളിൽ ഇറങ്ങിയിരിക്കുന്ന പ്രകാശിൻ്റെ ഇപ്പോഴുള്ള ജീവിതത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ വസുന്ധര ടീമിലുള്ളവരെ കൊണ്ട് നടത്തിക്കുന്നുണ്ട്. അയാൾ എവിടെയാണെന്നും അയാൾ ആരൊക്കെയാണ് കാണാൻ പോകുന്നത്, ഇപ്പോൾ അയാളുടെ ജീവിതം എങ്ങനെയാണ് എന്നെല്ലാം സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ വസുന്ധര IPSൻ്റെ ടീമിലുള്ളവർ നടത്തുന്നുണ്ട്. എന്തായാലും അതിൽ നിന്ന് തന്നെ പ്രകാശ് ചന്ദ്രോത്തുള്ളവരോടും ഗിരീഷിലുള്ളവരോടും പറഞ്ഞതുപോലെ നല്ലൊരു ജീവിതമൊന്നുമല്ല നയിക്കുന്നത് എന്നും മാത്രമല്ല അന്ന് നന്ദനെ തട്ടിക്കൊണ്ടുപോയ ആ വാഹനത്തിൽ പ്രകാശ് സഞ്ചരിച്ചിരുന്ന കാര്യങ്ങളും അവർ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ പ്രകാശ് അറിയാതെ അയാളെ ഫോളോ ചെയ്ത ആ ഒരു രഹസ്യ സങ്കേതം വസുന്ധരയുടെ ടീമിലുള്ളവർ കണ്ടുപിടിക്കുന്നുണ്ട്. മാത്രമല്ല അന്നൊരു ഡോക്ടറെ കൊന്നുകളഞ്ഞിരുന്നല്ലോ, അത് നന്ദനെ തട്ടിക്കൊണ്ടുപോയ അതേ വാഹനത്തിലുള്ളവരാണ് ആ ഡോക്ടറെയും കൊണ്ടുപോയത് എന്നുള്ള കാര്യങ്ങളും വസുന്ധര IPS അന്വേഷണത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ തെളിവ് സഹിതം ത്യാഗരാജനെയും പ്രകാശിനെയും അവരുടെ ഒളിത്താവളത്തിലെത്തി വസുന്ധരയും അവരുടെ ടീമിലുള്ളവരും അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്